ജസ്റ്റിസ് യശ്വന്ത വർമ്മ ഒരു ചെറിയ മീനല്ല. ഡൽഹി ഹൈക്കോടതിയിലെ കൊളീജിയത്തിലെ ഒരംഗമാണ്. എന്ന് പറഞ്ഞാൽ ഡൽഹി ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിമാരിൽ മൂന്നാമൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തീ പിടിച്ചു. വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു. ജഡ്ജി അവിടെ ഉണ്ടായിരുന്നില്ല. ഫയർഫോഴ്സ് വന്ന് തീയൊക്കെ അടച്ചിട്ട് ഒരു മുറി കയറുമ്പോൾ നോട്ടിൻ്റെ ഒരു മല. പോലീസ് ഞെട്ടിപ്പോയി. ഫയർഫോഴ്സും അവർ ഉന്നത അധികൃതരെ അറിയിച്ചു. അവർ സർക്കാരിനെ അറിയിച്ചു. സർക്കാർ കേന്ദ്രത്തിനെ അറിയിച്ചു. കേന്ദ്രം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അറിയിച്ചു. അങ്ങനെ ചീഫ് ജസ്റ്റിസ് ഉടൻ തന്നെ അസാധാരണമായ സാഹചര്യത്തിൽ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർത്ത് ഈ ഹൈക്കോടതി ജഡ്ജിയെ സ്ഥലം മാറ്റി. അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ്, അങ്ങോട്ട് തന്നെ സ്ഥലം മാറ്റി. കൊളീജിയം കൂടിയപ്പോൾ ചില അഭിപ്രായം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇയാളെ പിരിച്ചുവിടണം, ഇയാളെ ഇംപീച്ച് ചെയ്യണം, ഇയാൾ ഇതുപോലുള്ള ആളുകൾ ജുഡീഷ്യറിക്ക് തന്നെ മൊത്തം കളങ്കമാണെന്നൊക്കെ പറഞ്ഞു. മുമ്പൊരിക്കൽ ഒരു ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിലാണ്ട് 40% പേരോ അതോ 60% പേരോ, പെർസെൻറ്റേജ് കണക്ക് ഓർക്കുന്നില്ല, ഒരു വലിയ ശതമാനം ആളുകൾ അഴിമതിക്കാരാണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ നഗ്നമായ തെളിവാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തിൽ സംഭവിക്കുന്നത്? ഞെട്ടിയിരിക്കുകയാണ് ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത്. കാശ് മേടിക്കുന്ന ആളുകളും പല ആളുകളും ഉണ്ടാവും, അവരും ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ഇനി പിടി വീഴുവോ എന്നുള്ള സംശയം അവർക്കും ഉണ്ടാവുമായിരിക്കും. അല്ല, ഈ നോട്ട് കെട്ടുകൾ വീട്ടിൽ ചുമ്മാ അലക്ഷ്യമായി മുറിയിൽ കൂട്ടിയിട്ടിരിക്കുക. കാരണം ഹൈക്കോടതി ജഡ്ജിയാണെന്നൊരു പ്രിവിലേജ് ഉണ്ട്, ആരും അങ്ങോട്ട് കയറില്ല. അതുകൊണ്ട് എവിടെ വെച്ച് ഒളിച്ചു വെക്കുക പോലും വേണ്ട. ഇത് മാത്രമല്ല, തീ പിടിച്ചത് പോലീസിനെയും ഫയർ സ്റ്റേഷനിലും അറിയിച്ചപ്പോൾ ഈ ജഡ്ജി സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേര് ചിലപ്പോൾ എന്തെങ്കിലും ഇതൊരു ചെറിയ തീപിടുത്തമായിരുന്നു. അവിടുത്തെ സ്റ്റോർ മുറിയിൽ തീ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാർച്ച് 14 രാത്രി 11:30 വിളിച്ചു പറയുന്നത്. ഈ ഫയർ സ്റ്റേഷനിൽ സ്റ്റോർ റൂമിലാണ് തീ എന്ന് പറഞ്ഞിരുന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയ തീപിടുത്തമാണ്, അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. 2 ഫയർ എഞ്ചിനുകൾ അവിടെ വന്നു. 15 മിനിറ്റ് കൊണ്ട് തീ അണച്ചു. തീ അണച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അപ്പുറത്തെ മുറി നിറച്ചും ഈ പറഞ്ഞ പോലെ കൂമ്പാരം, നോട്ടുകളുടെ കൂമ്പാരം. കുറേ കാലമായിട്ട് മേടിച്ച നോട്ടുകെട്ടുകളായിരിക്കുമല്ലോ. അപ്പോൾ നീതിയൊന്നും അല്ലായിരുന്നു നടപ്പായിക്കൊണ്ടിരുന്നത് എന്നുള്ളത് വളരെ വ്യക്തം. അപ്പോൾ തുഗ്ലക് റോഡ് സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിൽ ഡെയിലി ഡയറി എൻട്രി, ആ എൻട്രിയിൽ ഈ പണം അവിടെ കണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ ഇന്നലെ കൊളീജിയത്തിൽ സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ 5-അംഗ കൊളീജിയം ചേർന്നപ്പോൾ ഈ വീഡിയോ, നോട്ട് കത്തുന്ന വീഡിയോ പ്രദർശിപ്പിച്ചു എന്നാണ് ഒരു സ്ഥലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് വിവരം കിട്ടിയെന്ന് പറഞ്ഞൊരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചതാണ്. അത് പ്രദർശിപ്പിച്ചിട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ഏകകണ്ഠമായിരുന്നു ഇയാൾക്കെതിരെ നടപടി വേണമെന്നുള്ളത്. അപ്പോൾ ഇയാൾ അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് വന്നതാണെന്നുള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് തിരിച്ചയച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസുകാരും ഈ ഫയർ ഓഫീസർമാരും ഒക്കെ ഇത് കേന്ദ്രത്തിനെ അറിയിക്കുകയും പിന്നെ സുപ്രീം കോടതിയെ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്താതെയൊക്കെ പോയിരിക്കുന്നത്. പരാതി സുപ്രീം കോടതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് വേറെ കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇയാൾ രാജിവെക്കണം. ഇയാൾ രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നു. രാജിവെച്ചില്ലെങ്കിൽ 1999 ഇതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് അടുത്ത പരിപാടികൾ, അടുത്ത പ്രക്രിയ സർക്കാർ അല്ല, അതുകൊണ്ട് രാജിവെച്ചാൽ ഇൻഹൗസ് എൻക്വയറി നടക്കും എന്നും പറയുന്നുണ്ട്. രാജിവെച്ചാലും തീരുന്നില്ല. കാരണം എങ്ങനെ ഈ പണം ഉണ്ടായി, പണം ഇവിടെ നിന്ന് വന്നു എന്നറിയട്ടെ. അതെ, അന്വേഷണം വേണം. രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ഇയാൾക്കെതിരെ അന്വേഷണം നടത്താമല്ലോ. ഇതെങ്ങനെ വന്നു, ആരുടെ നോട്ടാണ്, എവിടെ നിന്നുള്ളതാണ്, മുമ്പ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ. ഇയാളാണെങ്കിൽ ഈ മറ്റേ 2021 ഡൽഹി ഹൈക്കോടതിയിൽ വരുന്നത്. അലഹാബാദിൽ 1969 ഇയാൾ ജനിച്ചു, BCom പഠിച്ചു. ഡൽഹി ഹൻസ്രാജ് കോളേജിലാണ് പഠിച്ചത്. പിന്നെ LLB അയാൾ പാസ്സായി. 1992 അഡ്വക്കേറ്റായി. ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി.
2016 ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നത് 2021 ഒക്ടോബർ 11. 2021 മുതൽ 4 കൊല്ലമായി ഡൽഹിയിലാണ്. ഇയാൾ മധ്യപ്രദേശ് റേവ സർവകലാശാലയിൽ നിന്നാണ് LLB ഇയാളുടെ. അയാൾ അലഹാബാദിലൊക്കെ വാദിച്ചിരുന്നത് ഭരണഘടന, തൊഴിൽ, കോർപ്പറേറ്റ് ലോ, ടാക്സ് എല്ലാം നല്ല ജൂറിസ്ഡിക്ഷനാണ് ആണ്. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 2006 മുതൽ അലഹാബാദ് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കൗൺസിൽ ആയിരുന്നു ഇയാൾ. പിന്നെ ചീഫ് സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു ഉത്തർപ്രദേശിൻ്റെ. 2012 മുതൽ ഓഗസ്റ്റ് 2013 വരെ, ഏതാണ്ട് 1 കൊല്ലം ഉത്തർപ്രദേശിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നു. 2013 സീനിയർ അഡ്വക്കേറ്റായി അയാൾ. ഈ സുപ്രീം കോടതി ഈ പറഞ്ഞ പോലെ വീഡിയോ കണ്ടു, 5 അംഗ കൊളീജിയം. പണം എത്ര എന്നുള്ളത് അറിയില്ല, ഇത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. മൊത്തം എടുത്തിട്ട് കുറെ കത്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് ആണ് എന്താണ് സംഭവം എന്നുള്ളത് ഈ കൊളീജിയത്തിനോട് വിശദീകരിച്ചത്. ഇങ്ങനൊരു സംഭവമുണ്ട്, ഈ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടത്, നോട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. എന്നിട്ട് അതിന് മുമ്പ് ഡൽഹി ഹൈക്കോടതി നിന്ന് ഒരു വസ്തുതാ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് ചോദിച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ റിപ്പോർട്ട് കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് വേണമെന്നും പറഞ്ഞിരുന്നു. അത് ആ സമയത്ത് തന്നെ കിട്ടിയിരുന്നു. ആ റിപ്പോർട്ടിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജുഡീഷ്യറിയിൽ വിശ്വാസം പോയതായിട്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഇത്തരം നടപടികൾ ജുഡീഷ്യറിയിൽ വിശ്വാസ്യത ഇല്ലാതാക്കും. കോടതിക്കറിയാം, കോടതി പല CJIമാരും ഈ പ്രശ്നം ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജി ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി അത് ചെയ്തില്ലെങ്കിൽ തുടർന്ന് ഇൻഹൗസ് അന്വേഷണം. ആ അന്വേഷണം 2 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും 1 സുപ്രീം കോടതി ജഡ്ജിയുമായിരിക്കും ആ അന്വേഷണ സമിതിയിൽ ഉണ്ടാവുക 1999 നിയമപ്രകാരം. അപ്പോൾ വളരെ ഗൗരവത്തിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊന്നും ഇയാൾ രാജിവെച്ചില്ലെങ്കിൽ മറ്റേ പ്രൊസീഡിങ്സിന്, ഇംപീച്ച്മെൻറ്റും അങ്ങനത്തെ സംഗതിയിലേക്ക് പോകും. മിസ്കണ്ടക്റ്റ് ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എഴുതും, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എഴുതും കേന്ദ്രത്തിന്. ഇതിനു മുമ്പ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജി ഈ നിർമ്മൽജിത് കൗർ, വീടിന്റെ വാക്ക് 15 ലക്ഷം രൂപ വന്ന കേസല്ലേ? അതെ, നിർമ്മൽജിത് കൗറിന്റെ വീട്ടില് 15 ലക്ഷം രൂപയുടെ ഒരു പാക്കറ്റ് 2008 പക്ഷെ അതിനകത്ത് എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ നിർമ്മൽ എന്ന് പറയുന്ന ജഡ്ജിയുടെ വീടിന്റെ വാതിക്കെ വെച്ച കവറിൽ എഴുതിയിരുന്ന ജഡ്ജിയുടെ പേര് വേറെ ജഡ്ജിക്ക് കൊടുക്കാനുള്ളത് ഇവിടെ അബദ്ധത്തിൽ വന്നതാണ്. അത് ശരിയാ അല്ലേ? അങ്ങനെ അല്ലേ? ഞാൻ അന്ന് വായിച്ച ഓർമ്മയുണ്ട്. പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഒരിക്കൽ EK നായനാർ പറഞ്ഞു, നായനാരുടെ ക്യാബിനില് ഒരു ബ്രീഫ് കേസ് ഒരാൾ കൊണ്ടു കൊടുത്തു. തുറന്നു നോക്കിയപ്പോൾ ഇത് മുഴുവൻ നോട്ട് കെട്ടാണ്. നായനാർ അന്വേഷിച്ചപ്പോഴാണ് അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന ആൾക്കാണ് കൊടുത്തിട്ട്. അപ്പൊ മുറി മാറിപ്പോയി, ഒരാൾ കൊണ്ടുപോയി. ജഡ്ജിയുടെ വീട് മാറിപ്പോയി. ഈ ജഡ്ജി നിർമ്മൽജിത് കൗറിന്റെ വീട്ടിലാണ് 15 ലക്ഷത്തിന്റെ പാക്കറ്റ് കൊണ്ട് കൊടുത്തത് 2008. ഇത് അവിടെ ജസ്റ്റിസ് നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് കൊടുക്കേണ്ടത് ഇവിടെ കൊണ്ടുവന്നാണെന്ന്. അല്ല, അത് കൊടുത്ത ആള് മാന്യനായിരുന്നു. അതിന്റെ പുറത്ത് ജസ്റ്റിസ് നിർമ്മൽ യാദവ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോയ കാര്യർക്ക് തെറ്റിപ്പോയി, നിർമ്മൽ മാറിപ്പോയി പുള്ളിക്ക്. അതെ, മാറിപ്പോയി. അങ്ങനെ ഒരു അത് കേസായി. അതെ, ഇവർക്കെതിരെ നടപടിയൊക്കെ ആയിട്ട് കുറെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇത് നിർമ്മൽ യാദവിനാണെന്ന് മനസ്സിലായത്. അല്ല, ഇത് നമ്മൾ ഈ തമാശയൊക്കെ പറഞ്ഞെങ്കിലും ഇതിനകത്ത് ഗൗരവതരമായ മറ്റൊരു വിഷയമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് ആളുകൾ ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ എത്തുമ്പോൾ താഴത്തെ കോടതികളിൽ നീതി നിഷേധിക്കപ്പെട്ട് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഭരണഘടനാ സംബന്ധിയായ വിഷയങ്ങൾ അപ്പീലുകൾ വരുന്നു. അപ്പോൾ താഴെ എതിരായിട്ടുള്ള ഒരു വിധി വരുമ്പോൾ അതിൽ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഹൈക്കോടതിയിൽ വരുന്നത്. ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയുടെ മുറി നിറയെ നോട്ടാണെങ്കിൽ, ഒരു ജഡ്ജിക്ക് എത്ര ശമ്പളം ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു മുറി നിറയ്ക്കാനുള്ള പണമൊന്നും ഒരു ജഡ്ജിയുടെ കയ്യിൽ ഉണ്ടാവത്തില്ല. ഈ കുടുംബസ്വത്ത് വല്ല ഉണ്ടെങ്കിൽ മുറിക്കകത്ത് ഇങ്ങനെ കൂട്ടിയിടത്തുമില്ല. കണക്കുള്ള ബാങ്കിൽ ഇട്ടാൽ മതി. അതെ, അപ്പോൾ ഇത് അനധികൃതമായി കിട്ടിയ പണമാണ് എന്ന് പറഞ്ഞാൽ ജഡ്ജിക്ക് എന്തിനാണ് പണം കൊടുക്കുന്നത്? ജഡ്ജി പണം കൊടുക്കുകയും ജഡ്ജി പണം വാങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത്
അവിഹിതമായ നിയമവിരുദ്ധമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന വർഷങ്ങൾ, ഡൽഹിയിലുണ്ടായിരുന്ന 4 വർഷം ഈ മനുഷ്യർ എത്ര നീതി വിരുദ്ധമായ, സത്യവിരുദ്ധമായ, നിയമവിരുദ്ധമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. എത്ര കോർപ്പറേറ്റ് വിഷയങ്ങൾ, ടാക്സ് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വലിയ വലിയ കമ്പനികളുടെയൊക്കെ കേസുകളായിരിക്കും. അവിടെയൊക്കെ കോടികൾ മറിഞ്ഞിട്ടുണ്ടാവാം. പിന്നെ പാവപ്പെട്ട ആളുകൾ, നീതി കിട്ടേണ്ടത് ശരി പാവങ്ങളുടെ പക്ഷത്താണെങ്കിലും അപ്പുറത്തിരിക്കുന്നത് പണം ഒഴുക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അവർക്ക് വേണ്ടിയും ഇയാൾ നിയമവും നീതിയും ലംഘിച്ചിട്ടുണ്ടാവില്ലേ? ആ വിധി മുഴുവൻ ഇപ്പോൾ സംശയത്തിലായി. അതാണ് ഇയാൾ പുറപ്പെടുവിച്ച മുഴുവൻ വിധിയും റിവ്യൂ ചെയ്യണ്ടേ. അതൊന്നും നടക്കില്ല. പക്ഷെ നടക്കില്ല. അതാണ് എല്ലാം സംശയത്തിലായി. നമ്മുടെ സിസ്റ്റം അങ്ങനെയായിപ്പോയി. ഇയാൾ പുറപ്പെടുവിച്ച എല്ലാ വിധികളും ഒരു സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഒരു പുനഃപരിശോധനയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷേ നമ്മുടെ കോടതികളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് കേസുകൾ പെൻഡിങ്ങാണ്. അപ്പോൾ പിന്നെ ഇത് പ്രായോഗികമല്ല. പക്ഷേ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർ, അവരുടെ വിലാപം, അവരുടെ കണ്ണീർ, അത് കേൾക്കാൻ ആരുമില്ലാതെ പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ദുരവസ്ഥ. വലിയ കഷ്ടമായിപ്പോയി. കാരണം ഈ പറഞ്ഞ പോലെ ഇയാൾ അനുകൂലമായിട്ട് വിധിച്ചവരൊക്കെ വലിയ സമ്പന്നരൊക്കെ ആയിരിക്കും. അല്ല, പാവപ്പെട്ടവരുടെ മറ്റൊന്നും കൂടിയുണ്ട് സാർ. ഈ കൊളീജിയം ഇപ്പോൾ കൂടിയിട്ട് വലിയ പെരുമ്പറ കുട്ടി നടപടി എടുക്കാൻ പറയുന്നല്ലോ. ഇയാളെ തിരഞ്ഞെടുത്തതും ഒരു കൊളീജിയമായിരിക്കണം. ആണല്ലോ, സംശയമില്ല. അതാണ്, ഒരു തരത്തിലുള്ള ടെസ്റ്റ് ഇല്ലാതെ, ഒരു തരത്തിലുള്ള ഇൻ്റർവ്യൂ ഇല്ലാതെ എങ്ങനെ നിയമിക്കപ്പെട്ടു എന്ന് ഈ നാട്ടിലെ നികുതി നായകരായ, ഈ നാട്ടിലെ 140 കോടി ജനങ്ങൾക്ക് അറിയാതെ അവരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് 4 or 5 പേർ ചേർന്ന് തിരഞ്ഞെടുക്കുന്ന ആ പ്രക്രിയയുടെ ഒരു ദുരന്തം കൂടിയാണിത്. പിന്നെ ഇയാൾക്ക് വലിയ സ്വാധീനം മുമ്പേ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇയാളുടെ ബയോഡാറ്റ ഞാൻ അതാ വായിച്ചത്. ഇയാൾ ഉത്തർപ്രദേശിൻ്റെ ഒക്കെ ചീഫ് സ്റ്റാൻഡിംഗ് കൗൺസിലൊക്കെ ആയി ഒക്കെ വന്നിരുന്നല്ലോ. പൊളിറ്റിക്കൽ പാറ്റേണേജ് പോലും ഉണ്ടാവാം. എന്നാൽ പോലും പൊളിറ്റിക്കൽ പാറ്റേണേജ് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് കൊളീജിയം ഒരാളെ ജഡ്ജിയായി തീരുമാനിക്കുന്നത് എന്ത് ക്രെഡിബിലിറ്റി നോക്കിയിട്ടാണ് എന്ന ചോദ്യം ബാക്കിയാണ്. കൊളീജിയം എന്നുള്ള സംവിധാനത്തിൻ്റെ ഒരു പാളിച്ച കൂടിയാണിത്. നമ്മൾ സാധാരണ ഇത്തരം ചർച്ച നടത്തുമ്പോൾ മൊത്തത്തിൽ ജുഡീഷ്യറിയെ സംശയത്തിൽ നിർത്തരുതെന്ന് പത്രത്തിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പാലിക്കാറുണ്ട്. ജഡ്ജിമാരെ നിയമിക്കുന്ന പ്രക്രിയ സുതാര്യമല്ല എന്ന് പറയാം. കാരണം എനിക്ക് പക്ഷെ നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും അതുകൊണ്ട് നമ്മൾ പറയാറില്ല. അതെ, ഞാൻ പറയുന്നത് ഞാനൊരു നിയമബിരുദധാരിയാണ്. എനിക്ക് ഹൈക്കോടതി ജഡ്ജിയാവണം അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയാവണം. എനിക്ക് എവിടെ അവസരം? എനിക്കതിനു വേണ്ടി ടെസ്റ്റ് എഴുതാൻ പറ്റുമോ? എനിക്കതിനു വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 4 or 5 ആളുകൾ കൂടിയിരുന്ന് ആരൊക്കെ ജഡ്ജിമാരാവണമെന്ന് തീരുമാനിക്കുന്നു. ഈ നാട്ടിൽ നിയമബിരുദം നേടിയ ആരൊക്കെ ജഡ്ജിമാരാണെന്ന് തീരുമാനിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഈ IAS IPS പോലത്തെ ഇന്റർവ്യൂ ബോർഡൊക്കെ പോലെ മുമ്പ് ജഡ്ജിയായിരുന്ന ആളുടെയൊക്കെ മകള്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിലും എനിക്ക് അപേക്ഷിക്കാനുള്ള വഴിയില്ല. 4 or 5 ആളുകളുടെ കണ്ണിൽപ്പെട്ടാൽ അവർക്ക് തോന്നിയാലേ ഞാൻ ആവത്തുള്ളൂ. എന്തൊരു സംവിധാനമാണ്. ഇപ്പൊ നല്ല വിധികളൊക്കെ പുറപ്പെടുവിക്കുന്ന PV കുഞ്ഞികൃഷ്ണൻ ജഡ്ജി ആവുമ്പോൾ നടത്തിയ പ്രസംഗം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ കാലമായി ജഡ്ജി ആകുമെന്ന് വിചാരിച്ചിരുന്നതാണ്, ഇപ്പോഴാണല്ലോ ആയത്, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അദ്ദേഹം ആകുമെന്ന് വിചാരിച്ച സമയത്തൊക്കെ മുമ്പത്തെ ജഡ്ജിമാരുടെ മക്കളൊക്കെ ആയിരിക്കും ആയിക്കൊണ്ടിരുന്നത്, ജഡ്ജിമാരും ഒക്കെ ആയിക്കൊണ്ടിരുന്നത്. അദ്ദേഹം വിചാരിച്ചപ്പോൾ അദ്ദേഹം ആയല്ലോ. അതെ. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്ക് അവസരമില്ല സാർ. അപ്പോൾ അങ്ങനത്തെ ഒരു സംവിധാനം ജനാധിപത്യം ഒന്നും വിളിക്കാൻ പറ്റുകയില്ല. ജനാധിപത്യ വിരുദ്ധമായ ഒരു മാർഗത്തിലൂടെ കേരളത്തിൽ നിന്ന് മുമ്പ് ഹൈക്കോടതിയായിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോയി ചീഫ് ജസ്റ്റിസ് ഒക്കെ ഒരാളുടേതാണെങ്കിൽ വിധികൾ റിവ്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കാരണം അതല്ല, ഒന്നിലേറെ ആളുകൾ അങ്ങനെയുണ്ട് വിധി എഴുതാത്തവർ. അല്ല, കാലങ്ങളായി കേസ് കേട്ടിട്ട് വിധി പറയാതെ റിട്ടയർ ആയി പോയ മഹാരഥന്മാർ പോലും ഉണ്ട്. അത് പോട്ടെ. ഏതായാലും വല്ലാത്തൊരു ദുരന്തമായി. കോടതികളെ ജനങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷയാണ് കോടതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.